സോഷ്യലിസത്തിന് ഭാവിയില്ല, അതിൻ്റെ ഏറ്റവും കരുത്ത് ഇല്ലാണ്ടായി പോവുകയാണ് എന്നൊരു ചർച്ച, ഭീതിയൊക്കെ ലോകത്തുണ്ടാകുന്ന സമയത്താണ് ഫിഡൽ ഹവാനയിലെ ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഫിഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ഒരു പ്രതിസന്ധി വരുന്നത് അപ്പോൾ ജനങ്ങളോട് ദീർഘമായിട്ട് അദ്ദേഹം സംസാരിക്കും. അന്ന് സംസാരിക്കുമ്പോൾ ഫിഡൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്ത്, ലോകത്ത് സോഷ്യലിസ്റ്റ് സമുദായം ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ജനങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ ലോകത്തെ ആദ്യത്തെ തൊഴിലാളി വർഗ വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്നത് പോലെ ലോകത്തിന് മുകളിൽ അവർ വന്യമൃഗങ്ങളെപ്പോലെ പാഞ്ഞു വീഴും. മുതലാളിത്ത രാഷ്ട്രങ്ങൾ ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ എണ്ണയും പ്രകൃതി വിഭവങ്ങളും കോടിക്കണക്കിന് മനുഷ്യരുടെ മനുഷ്യ വിഭവശേഷിയുമെല്ലാം അവർ പങ്കിട്ട് എടുക്കും. ലോകത്തിൻ്റെ 1/3 ഭാഗത്തെ അവർ വീണ്ടും കോളനികളാക്കിയിട്ട് മാറ്റും. ഈ മുന്നറിയിപ്പ് കാസ്ട്രോ നൽകുന്ന 1989. എന്നിട്ട് കാസ്ട്രോ ഇങ്ങനെയും കൂടി ജനങ്ങളോട് പറയുന്നുണ്ട്, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ പോരാട്ടം തുടരും. ഈ നാടിൻ്റെ വിപ്ലവം, ഈ നാട്ടിലെ ജനത ഈ നാടിന് വേണ്ടിയിട്ട് കീഴടങ്ങാത്ത സമരത്തിൽ, ആ സമരത്തിൽ ഞങ്ങളുടെ നാട് മുന്നിലുണ്ടാകും. 2 ദിവസം ഈ ഗ്യാസിൽ കുറവ് വരുമ്പോഴേക്കും നമ്മൾ പതറാൻ വേണ്ടി തുടങ്ങുകയാണ്. 65 കൊല്ലമായിട്ട് ക്രൂരമായ ഉപരോധത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ക്യൂബ എന്ന് പറയുന്നത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഒരു തുള്ളി ഓയിൽ ക്യൂബയിലേക്ക് എത്തിയിട്ടില്ല. അത് അമേരിക്കയുടെ കരയിൽ നിന്ന് 90 മൈൽ മാത്രമേ ക്യൂബ ഉള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? അവർ ചെയ്ത കുറ്റം അമേരിക്കയുടെ അടുക്കളത്തോട്ടമായിട്ട് ഞങ്ങൾ ക്യൂബയെ നിലനിർത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആണ്. എങ്ങനെയെല്ലാം തകർക്കാൻ നോക്കി. 634 തവണയാണ് ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അവർക്കതിന് സാധിച്ചിട്ടില്ല. ഈ കരുത്തിൻ്റെ പേരാണ് ക്യൂബ. അതുകൊണ്ടാണ് ക്യൂബ ലോകത്തിൻ്റെ സമരമായിട്ട് മാറുന്നത്. പലസ്തീനുള്ള വിദ്യാർത്ഥികൾ അവിടെ സൗജന്യമായിട്ട് പഠിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ സൗജന്യമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുകയാണ്. ലോകത്തെ 100 രാജ്യങ്ങളിലേക്ക് അമേരിക്ക ആയുധം കയറ്റി അയച്ചിട്ടുണ്ട്. 100 രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ 30ഓളം രാഷ്ട്രങ്ങളിലേക്ക് അമേരിക്ക ആയുധം വർഷിച്ചിട്ടുണ്ട്, ആയുധം കയറ്റി അയച്ചിട്ടുണ്ട്. ക്യൂബ ലോകത്തെ 163 രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാരെ കയറ്റി അയച്ചിട്ടുണ്ട്. അത് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടില്ല, പ്രളയങ്ങൾ പണത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എവിടെയാണോ മനുഷ്യർ കഷ്ടപ്പെടുന്നത് അവരിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ക്യൂബ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇതിൻ്റെ പേരാണ് മാനവികത എന്നുള്ളത്. ഇതാണ് നിലനിൽക്കേണ്ടത്.